ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വിഘ്നേശ്വര, തടസ്സങ്ങളൊക്കെ നീക്കി തരണേ. തമ്പുരാട്ടി കുഞ്ഞിന്റെ കല്യാണാലോചന എത്തവണയും മുടക്കി. മഹാപാപം. ചെയ്ത പാപത്തിന് പരിഹാരമായി കൊട്ടാരൻ ദേവിക്ക് 5 വെടിവഴിപാടും കഴിച്ചിട്ട് നോം വന്നിരിക്കണത്. എന്നാലും നിങ്ങൾ എന്തിനാ കല്യാണം മുടക്കിയത്? കൊട്ടാരമക ക്ഷേത്രത്തിൽ പൂജാരി എന്ന പോസ്റ്റുമായി ദേവി പൂജ ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷം 16 കഴിഞ്ഞിരിക്കണു. ഒരു തികഞ്ഞ ദരിദ്രവാസിയായ നമ്മെ ഇപ്പൊ ദേവി ഒന്ന് കടാക്ഷിച്ചു. അത് നല്ല ബുദ്ധി തന്ന. എന്തു ബുദ്ധി? കേട്ടോളൂ, ഈ കല്യാണം കൂടി മുടങ്ങിയ വാർത്ത കൊട്ടാരത്തിൽ അറിയുമ്പോ അവരാകെ ഒന്ന് പതറും. മനസ്സ് പതറുമ്പോ കവടി നിരത്തും. കവടി നിരത്തിയാൽ ഫലം ശത്രുദോഷം, പരിഹാരം പൂജ. കൊട്ടാരം പൂജാരിയെ നോമത് യാഗമാക്കി മാറ്റും. ഒരു സ്വയംവര യാഗം. അതിലാണ് നമ്മുടെ രാജയോഗം. നോം ലക്ഷങ്ങൾ അടിച്ചു മാറ്റും. ഈ 5 ഏക്കറും വീടുന്നോ സ്വന്തമാക്കും. ഇവിടെ നിന്നെ നോം രാജ്ഞിയാക്കും. അതുവരെ നിങ്ങളെ ജീവനോടെ വെച്ചേക്കോ ഈശ്വര. എന്താ ഈശ്വരൻ നമ്മെ കൊല്ലുമെന്ന് നിന്നോട് പറഞ്ഞുവോ? ഈശ്വരനല്ല കൊല്ലാൻ പോണത്. നിങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് കട്ടുകൊടുക്കാന്ന് പറഞ്ഞ കിരീടവും ചെങ്കോലും ചോദിച്ച് അഗസ്റ്റ് വീണ്ടും ഇവിടെ വന്നിരുന്നു. എന്നിട്ട് അവൻ എങ്ങോട്ട് പോയി? കൊട്ടാരത്തിലേക്ക്. കൊട്ടാരത്തിലേക്കോ? എന്റെ വീട്ടിൽ വന്നിരുന്നു. കുഴിയാണല്ലോ. ചത്തിട്ടില്ലല്ലേ? ഇല്ല. ഇപ്പൊ ചത്തുപോയിരുന്നെങ്കിൽ ഞാൻ പറയുന്ന വിവരം കേട്ട് കൊട്ടാരത്തിലുള്ളവർക്ക് തന്നെ കൊല്ലാൻ പറ്റില്ലായിരുന്നു. അഗസ്ത്യ, ഒരു 50,000 ഉറുപ്പിക്ക് വേണ്ടി എന്നെ കൊലക്ക് കൊടുക്കരുത് കേട്ടോ. ഒന്ന് പിടിക്കുക. അഗസ്ത്യ, കൊട്ടാരത്തിലേക്ക് പോവരുത് കേട്ടോ. നിക്ക. അഗസ്ത്യ, നോ പറയണതൊന്ന് കേക്ക. വേണ്ട. അയ്യോ, താനൊന്നും പറയണ്ട. കുറെ കാലമായി താനിത് പറയുന്നു, കുറെ കാലമായി ഞാനിത് കേൾക്കുന്നു. ഇന്ന് എനിക്ക് 2-1 അറിഞ്ഞു പറ്റും. ഇത്രയും കാലം പറഞ്ഞ പോലല്ല. എന്തിനും പരിഹാരം ഉണ്ടാക്കാം. ഉറപ്പാണോ? ഉറപ്പാ. എന്നാ പോ. എടോ, തന്നോടല്ല, നമ്മുടെ വണ്ടി പോകാനാ പറഞ്ഞത്. ഒന്നുകിൽ താൻ കൊട്ടാരത്തിൽ നിന്ന് മോട്ടിച്ചേരാൻ തന്നെ കിരീടവും ചെങ്കോലും, അല്ലെങ്കിൽ താൻ അതിനായി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 50,000 രൂപ എനിക്ക് ഇപ്പൊ കിട്ടണം. സാവകാശം വേണം. 10 ദിവസത്തെ സമയം തരണം. ദൈവത്തോർത്ത് സമ്മതിക്കുക. ദൈവത്തെ ഓർത്ത് 10 ദിവസത്തിനുള്ളിൽ കിരീടവും ചെങ്കോലും ഹാജിമാരുടെ കയ്യിൽ ഏൽപ്പിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് കോളേജിൽ ക്യാൻറ്റീൻ നടത്താൻ പറ്റില്ല. എനിക്ക് വീടും പറമ്പും മേടിക്കാനും പറ്റില്ല. തരാ ഉറപ്പ. സമാധാനമായിട്ടിരിക്കുക. ഗോപികമോൾ ആകെ ദേഷ്യത്തിലാ. ഈ അണിഞ്ഞൊരുങ്ങൽ അവസാനത്തെ അന്ന് അവള് പറയണേ. ഇനി വയ്യ അത്ര ഒരു പ്രദർശന വസ്തുവായിട്ട് നിൽക്കാൻ. ഗോന്നാരെ വലിയ കോയിക്കിലേക്ക് വിളിച്ച് അവര് പുറപ്പെട്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാം. വേണ്ട, മുടക്കി. ആര്? അല്ല, മുടങ്ങി. അതും മുടങ്ങി. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൂട്ടിക്കൊണ്ടുവരാനല്ലേ തന്നെ പറഞ്ഞയച്ചത്. നമ്മെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നാം ചെയ്തു. ഉദയപുരം കൊട്ടാരവുമായി ഒരു ബന്ധവും അവർക്ക് സ്വീകാര്യമല്ലത്രേ. അടിക്കടി വിവാഹം മുടങ്ങുന്നതും പരാജയം ഉണ്ടാകുന്നതും ഈ കൊട്ടാരത്തിന് മേൽ പതിഞ്ഞിരിക്കുന്ന ദൃഷ്ടിദോഷം കൊണ്ടും മുജ്ജന്മ ശാപങ്ങളും കൊണ്ടാ. അത് മാറ്റിയെടുക്കാൻ യാഗവും പൂജയും നടത്തണമെന്ന് പലയാവർത്തി നാം പറഞ്ഞിട്ടുള്ളതല്ലേ. കേട്ടുവോ? സമയം ഇനിയും വൈകിട്ടില്ല. 41 ദിവസം 101 കാർമ്മികരുടെ സാന്നിധ്യത്തിൽ ഒരു സ്വയംവരയാഗം. ചെലവ് നിസ്സാരം, 10 ലക്ഷം രൂപ. ഫലമോ സർവൈശ്വര്യങ്ങളും. അതും നോം നടത്തിയാൽ ഫലം നിശ്ചയം. പൂജ, യാഗം തുടങ്ങിയ അന്ധവിശ്വാസങ്ങൾ കൂടെ പൊറപ്പിച്ച പല രാജകുടുംബങ്ങളും തകർന്നിട്ടുള്ളത്. ഇവിടെയോ ഇതൊന്നും നടത്താതെയും കൊട്ടാരത്തിൽ ഒരു പൂജാകർമ്മം നടന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കണു. ഒരുപക്ഷെ അതിന്റെയൊക്കെ ഫലമാണോ എന്തോ ഗോവയ്ക്ക് ശേഷം ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഇവിടെയുള്ളവർക്ക് ഇല്ലാതായത്. ഗോന്നാരെ, ഗുരുവായൂരിന്ന് വാസുദേവ നമ്പൂരിയെ വരുത്തുക. യാഗത്തിൽ ഫലസിദ്ധി കാണുന്നു. കർമ്മങ്ങൾ തീരും മുമ്പ്, അതായത് 41 നാൾക്കകം കന്യകയ്ക്ക് വരനെ കണ്ടെത്താനാവും. അപ്പൊ നാം മുൻകൂട്ടി പറഞ്ഞ് തെറ്റില്ല. യാഗം നാം ഗംഭീരാക്കി തരാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്താ? യാഗത്തിന്റെ വിജയസാധ്യത അതിന് നേതൃത്വം കൊടുക്കുന്ന കർമ്മിയുടെ ദേവപ്രീതിക്ക് അനുസരിച്ചായിരിക്കും. ദേവപ്രീതി നമുക്ക് വളരെ കൂടുതലാ. അത് തിരുമേനിക്ക് നോക്കിയാ അറിയാൻ പറ്റും. നോക്കാം. എന്താ പേര്? പരശുരാമൻ നമ്പൂതിരിപ്പാട്. പാടു വേണ്ട, പരശു നമ്പൂരി നോക്കിയാ മതി. ഓ, നക്ഷത്രം? നക്ഷത്രം ഉണ്ട്. വേണമെന്നില്ല. ഒന്നും ഉണ്ടാവില്ല. തിരുമേനിക്ക് എനിക്ക് ദേവപ്രീതി അശേഷം. ഒന്നുകൂടി നോക്ക. ഒരല്പമെങ്കിലും കാണാതിരിക്കില്ല. എനിക്ക് ഒരിക്കൽ ഗണിച്ചാ മതി, തെറ്റില്ല. അങ്ങോട്ട് മാറി നിൽക്ക.
ദേവപ്രീതിക്ക് വഴിപാട് കഴിക്കാം. എന്നാ പിന്നെ ഇത് വഴിപാടായിട്ട് ഇത് പിടിക്കട്ടെ എന്റെ ഭഗവാനെ. വേറെ ആരുണ്ട്? പണ്ടി കൊട്ടാരത്തിൽ ഒരു യാഗം നടത്തിയത് മണിമല മാണിക്യം ചെറിയ കൊട്ടാരത്തിൽ ബ്രഹ്മദത്തൻ നമ്പൂരിയാ. ആള് ബഹുകേമൻ, പക്ഷെ ജീവിച്ചിരിപ്പില്ലല്ലോ. ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തിനൊരു മകനുണ്ട്. ഇല്ല ഉണ്ട്. ഇല്ല. ഞാൻ ഓർക്കണോ, അന്ന് അദ്ദേഹത്തോടൊപ്പം ഇവിടെ വരാറുള്ള 8 വയസ്സുകാരൻ കുസൃതി പയ്യൻ. എന്താ അവന്റെ പേര്? എന്താ അവന്റെ പേര്? ഓർമ്മയില്ല ഓർമ്മയില്ല. ഓർമ്മയുണ്ട് ഉണ്ണികൃഷ്ണൻ. ആ, അത് തന്നെ. യാഗം പിള്ളേര് കളിയല്ല. അതിന് ഉണ്ണികൃഷ്ണൻ ഇപ്പൊ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. ഓരോ വർഷം കഴിയും തോറും ഓരോ വയസ്സ് കൂടെയല്ലേ എന്റെ മണ്ടൻ നമ്പൂരി. ആ, നിർത്തുക. അച്ഛന്റെ പാരമ്പര്യം ഉണ്ണിക്ക് കിട്ടാണ്ടിരിക്കോ? ചിലപ്പോ പേര് കേട്ട ഒരു പൂജാരി ആയിരിക്കും ആ കുട്ടി. നോക്കാം. കർക്കിടകം, വൃശ്ചികം. ആഹാ, ഇതിന് മേൽ മറ്റൊന്നും കാണുന്നില്ല. അത്രയ്ക്ക് കേമം. ഒന്നുകൂടി ആലോചിച്ചിട്ട്. വേണ്ട, ഗോന്നേരെ ഉടനെ ഉണ്ണിയെ കൊട്ടാരത്തിൽ എത്തിക്കണം. ആ, മാന്തിക്കണ്ട, പുറപ്പെട്ടുള്ളൂ. ഗൗളി ചലച്ചു. വടക്ക് കിഴക്ക്. ആളെ കണ്ടെത്താൻ ഇത്തിരി പ്രയാസപ്പെടും. അപ്പൊ പിന്നെ പോണോ? പോണം. നിങ്ങളുടെ അതിർത്തി ഇവിടെ വരെ വരും. ശത്രുക്കളോടുള്ള സമീപനം എങ്ങനെയാവണം? ക്ഷമ, സമാധാനം. പക്ഷെ അത് അവരെങ്ങനെ അറിയിക്കും? സമാധാനത്തിന്റെ വെള്ളക്കുടി കാണിക്കാം. എന്താടാ? അവിടെ ഒരു പൂണൂലിട്ടവന്നു ചിറ്റിച്ചിട്ടുണ്ടല്ലോ. എവിടാ? ലബിടെ കൊച്ചാപ്പ, അയാൾ എന്താണ് കാണിക്കണത്? ഇവിടെ നമ്പൂതിരിമാരല്ലേ, കോണാൻ ഉടക്കണായിരിക്കും. അയാൾ പിന്നെയും കാണിക്കണ ഏതാണ്ട് കളിയാക്കിയാണ്. എന്നാ പിന്നെ ചോദിച്ചിട്ടുള്ള കാര്യം പറ. എന്താണ്ടാ ഹിമാറ അനക്കെ നമ്മളെ പിടിച്ചില്ലേ? അവിടെ നിക്ക. നോ ഉപദ്രവകാരിയല്ല. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു മൊല്ലാക്ക. മൊല്ലാക്കതിന്റെ ബാപ്പ. മുല്ലാക്കല്ല, ഇത് നമ്മുടെ കൊച്ചാപ്പ. ആ, കൊച്ചാപ്പയ്ക്ക് ആരെങ്കിലും കുറച്ച് കാശ് തരാനുണ്ടായിരുന്നോ? കായ? വാഴക്കായല്ല, പണം പണം. ഉറുപ്പിയെ? അതെ, ഒരു ഹംക്കുണ്ട്. എന്നാൽ അമിട്ട് നിങ്ങളെ കാണാണ്ട് അവിടെ പതുങ്ങി നിൽക്കണു. നോ കാണിച്ചരം വരിക. എന്താണ്ടാ ഇവൻ കോണാൻ തലയിലെ കെട്ട ഫാഷനായിരിക്കും. ഇവിടെ നിന്നോളൂ. നോ വിളിച്ചോടരാ. ഒടുക്കത്തെ വാതിൽ അകത്തേക്ക് കയറാനും പറ്റില്ല. സെലീമേ, ഈ അർക്കവാളെടുത്തിട്ട് ഉടിച്ചകത്ത് കയറാം. ഞാൻ ചരിഞ്ഞ് കയറി. ചരിഞ്ഞാ? കേറാൻ പറ്റില്ല. അല്ലോ കാര്യം പോയി. മോനെ അവസ്ഥ മോനെ കാശ് വേണ്ടടാ. വാ, ഈ അറാമ്പറത്തിനോടെ പോയി. ഇന്നലെ ഉച്ച കഴിഞ്ഞിങ്ങോട്ട് കണ്ടില്ലല്ലോ. ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഒന്ന് നിക്കാൻ പറ്റണ അവസ്ഥയിലല്ലായിരുന്നു. നിലം തൊട്ടില്ല. ഓട്ടമായിരുന്നു ഓട്ടം. ഒരു ചായ വേണമല്ലോ നാണു? അതിനകത്ത് ഒരാള് വന്നിട്ടുണ്ട്. ഉവ്വോ? ആരായാലും എന്താ, ഒരു സ്ട്രോങ് ചായ ഇങ്ങോട്ട് തരിക. അതെ, താടി വെച്ചിട്ട് മെലിഞ്ഞ ഒരു ഏഭ്യൻ ഇതിലെങ്ങാനും ചുറ്റിക്കറങ്ങണ നിങ്ങൾ കണ്ടുവോ? ഇതുപോലെ ഇരിക്കുന്ന ആളാണോ? നീയോ? നീ എന്തിനിവിടെ വന്നു? ചെങ്കോലും കിരീടവും. ചെങ്കോലും കിരീടം. അത് മോഹൻലാൽ അഭിനയിച്ച സിനിമയുടെ പേരാ, ചെങ്കോലും കിരീടവും. നല്ല സിനിമ ഇല്ലേ? അതും കൊണ്ടേ ഞാൻ പോകൂ. എന്നാ ചൂടാറുമ്പോ മോന്തിക്കോ. ഹീനജാതിക്കാരെ തൊട്ടത് നോം തീണ്ടാറില്ല. ചേയ്, അയാള് ശുദ്ധ ബ്രാഹ്മണനാടോ. നല്ല ഒന്നാന്തരം ചായ അങ്ങോട്ട് കുടിക്കുക. കുടി. എങ്ങനെ ഉണ്ട്? ഒരു നസ്രാണി ചൊവ്വ. ഈ നസ്രാണികൾ തന്നെ നക്കി നോക്കിട്ടുണ്ടാ ചൊവ്വ അറിയാൻ? വരികല്ലോ. എന്താ നിന്റെ ഉദ്ദേശം? 19 നമ്പൂരിയാർക്ക് വെച്ച് വിളമ്പണ നീ ഒരു നസ്രാണിയാണെന്ന് നോം വിളിച്ചു പറഞ്ഞാൽ നിന്റെ പൊടി പോലും കാണില്ല. നമ്മൾ തമ്മിലുള്ള ഇടപാട് ഞാൻ പറഞ്ഞാൽ നമ്മുടെ പൊടിയും കാണില്ല. നമുക്കൊരു ധാരണയിലെത്താം. എത്താം. സാധനം എന്നെന്റെ കൈ കിട്ടുന്നോ അന്ന് ഞാൻ ഇവിടെ കാലിയാക്കാം. എന്ത് സാധനം? കിരീടം ചെങ്കോലും. മനസ്സിലായി. ചായ കുടി. കുടിക്കാം. അരി വെക്കാൻ വന്നവൻ അടി എന്റെ അരി മുട്ടിക്കോ ഭഗവാനെ. ബിരിയാണി റെഡിയായി നോക്കാം.
പാസ് ചെയ്തിട്ട് വരാം. താങ്ക് യു. താനെന്തിനാ ഇവിടെ ഒന്ന് ഇങ്ങനെ പതുങ്ങിക്കണേ? ഒന്നുമില്ല. ആ കാക്കാമാരെ കണ്ടപ്പോ താനെന്തിനാ ഓടിയത്? ഓട് ഞാനോ? നോൻ കണ്ടു താനൊന്ന് ഞെട്ടിയതും പെട്ടെന്ന് മുങ്ങിയതും. എന്നാ ഞാൻ എല്ലാം തുറന്നു പറയാം. പറയ്. പക്ഷെ ആരോടും പറയരുത്. ആരോടും പറയില്ല. പരിശോട്ട് വാക്കുതാ. കാണിച്ചിരട തെണ്ടി. പറയ്. ഞാൻ സംഗീത കോളേജിൽ പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഫീസ് കൊടുക്കാൻ കാശില്ലാതെ വന്നു. എന്റെ ഗതികേട് കുറച്ച് പൈസ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ പലിശക്കെടുത്തു. അതും 21%. ഫ്ലാറ്റ് റേറ്റ്. പരീക്ഷ പാസ്സായി. പക്ഷെ പണം തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പൊ അവരെന്നെ നേരി കണ്ട കൊന്നുകളയും. അങ്ങനെയാണോ? ഇത് തോം ഇപ്പൊ തന്നെ അവരോട് പറഞ്ഞ് നിന്നെ ശരിയാക്കി തരാടാ തെണ്ടി. പേടിക്കണ്ട, നോമുണ്ട് കൂടെ. എനിക്ക് തൃപ്തിയായി. കരയാണ്ടിരിക്കുക. നിന്റെ അപ്പൻ വിശ്വസിച്ചു.